വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ക്രോഷേ ബേസിക് സ്റ്റിച്ചസ് സീരീസ് പാർട്ട് 5 ആണ്. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം ഞാൻ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ട്രിപ്പിൾ ക്രോഷേ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിക്കാം. ആദ്യമായി നമ്മൾ ഇൻഡെക്സ് ഫിംഗർ എടുക്കുക, ഷോർട്ട് ടൈൽ വിടുക, തമ്പ് വെച്ച് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇൻഡെക്സ് ഫിംഗറിൻ്റെ ചുറ്റും യാൺ കറക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫിംഗറിൻ്റെ ബാക്കിൽ റിങ് പോലെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വർക്കിംഗ് യാൺ എടുത്ത് അതിലോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ കിട്ടും, ഒരു ലൂപ്പ് പോലെ. എന്നിട്ട് അത് പതുക്കെ നമ്മുടെ വിരലിൽ നിന്ന് ഊരിയിട്ട് ആ ഷോർട്ട് ടൈൽ പിടിച്ച് പുള്ളി ചെയ്ത് കൊടുക്കുക, അതായത് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലിപ്പ് നോട്ട് കിട്ടി. ഇനി നമ്മൾ ഹുക്ക് അവിടെ കയറ്റിയിട്ട് വർക്കിംഗ് യാൺ പിടിച്ച് പുള്ളി ചെയ്ത് കൊടുക്കുക. ഞാൻ കണ്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലിപ്പ് നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ ചെയ്യാൻ കേട്ടോ. അതിന് നമ്മളിപ്പം 30 ചെയിൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യാൺ ഓവർ ചെയ്യുക, ദെൻ പുൾ ത്രൂ. യാൺ ഓവർ എന്ന് വെച്ചാൽ യാണിൻ്റെ ബാക്കിൽ കൂടെ ഹുക്ക് കൊണ്ടുവരുന്നതിനാണ് പറയുന്നത്. പുൾ ത്രൂ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൂടെ. അപ്പോൾ യാൺ ഓവർ, പുൾ ത്രൂ. 30 ചെയിൻസ് ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്. യാൺ ഓവർ, പുൾ ത്രൂ. കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഇനി ഞാൻ മൊത്തം ചെയ്തിട്ട് വരാം കേട്ടോ, അപ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്തിട്ട് വാ. അപ്പോൾ ഞാൻ 30 ചെയിൻസ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ഒക്കെ എണ്ണാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഒരു ചെയിൻ കൊണ്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം യാൺ ഓവർ ട്വൈസ്, അതായത് 2 വട്ടം യാൺ ഓവർ ചെയ്യുക, 1 and 2. എന്നിട്ട് നമ്മൾ ഹുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അപ്പം അതിനു മുമ്പേ നോക്കുക കേട്ടോ, നമുക്ക് കുറച്ച് പാടായിരിക്കും ചെയ്യാൻ, കാരണം 2 വട്ടം യാൺ ഓവർ ചെയ്തുകൊണ്ട് ഹുക്ക് കയറ്റാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻസേർട്ട് യുവർ ഹുക്ക് ഇൻ ദ നെക്സ്റ്റ് ചെയിൻ, അതായത് സെക്കൻഡ് ചെയിൻ. ഓക്കെ, നെക്സ്റ്റ് ചെയിൻ കേട്ടോ, സോറി. അപ്പോൾ എന്നിട്ട് നമ്മൾ എഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ ദ ചെയിൻ. അപ്പോൾ നമുക്കിപ്പോൾ 4 ലൂപ്സ് കാണും നമ്മുടെ ഹുക്കിൽ. പിന്നെ എഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ആ 2 ലൂപ്സിൽ കൂടെ പുറത്ത് കൊണ്ടുവരിക, ബാക്കി അവിടെ ഇട്ടേക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 3 ലൂപ്പ് കാണും നമ്മുടെ ഹുക്കിൽ. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടെ കൊണ്ടുവരിക. അപ്പോൾ ആ 2 ലൂപ്പിൽ കൂടെ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇനി നമുക്ക് 2 ലൂപ്പ് റിമൈനിങ് ആണ്. അപ്പം യാൺ ഓവർ ചെയ്തിട്ട് പിന്നെ ആ 2 ഓൾ ലൂപ്സിൽ കൂടെയും പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. യാൺ ഓവർ ട്വൈസ്, 1 and 2. എന്നിട്ട് ഇൻസേർട്ട് യുവർ ഹുക്ക് ഇൻ ദ നെക്സ്റ്റ് ചെയിൻ, ദെൻ അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ. ഇപ്പോൾ നമുക്ക് 4 ചെയിൻസ് കാണും, പക്ഷേ 4 ലൂപ്സ് കാണും കേട്ടോ. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്സിൽ കൂടെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് കാണും ഇനി നമ്മുടെ ഹുക്കിൽ. അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ ദ 2 ലൂപ്സ്. അപ്പോൾ ഇനി നമുക്ക് 2 ഇത് കാണും കേട്ടോ, ലൂപ്പ്. അപ്പോൾ നമുക്ക് യാൺ ഓവർ, പുൾ ത്രൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 ട്രിപ്പിൾ ക്രോഷേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് കണ്ടുപിടിക്കുക. യാൺ ഓവർ ട്വൈസ്, അതായത് 2 വട്ടം യാൺ ഓവർ ചെയ്യുക. ഇൻസേർട്ട് യുവർ ഹുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് ചെയിൻ. എന്നിട്ട് അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ. അപ്പോൾ നമുക്ക് 4 ലൂപ്സ് കാണും നമ്മുടെ ഹുക്കിൽ. അപ്പോൾ അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ ദ 2 ലൂപ്സ്. അപ്പോൾ ഇനി നമുക്ക് 3 ലൂപ്പാണ് നമ്മുടെ ഹുക്കിലുള്ളത്. അപ്പോൾ പിന്നെ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൽ കൂടെ പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇനി നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള 2 ലൂപ്സാണ്. അപ്പോൾ യാൺ ഓവർ, പുൾ ത്രൂ. കണ്ടില്ല, ഇപ്പം നമുക്ക് എണ്ണാൻ പാടില്ല. 1 2 3 കണ്ടില്ല, ചെയിൻ അങ്ങനെ നിൽക്കും കേട്ടോ. നമ്മളിപ്പോൾ 3 ഡബിൾ ക്രോഷേ ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റിച്ച് കണ്ടുപിടിക്കുക. യാൺ ഓവർ ട്വൈസ്, ഇൻസേർട്ട് യുവർ ഹുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് ചെയിൻ, ആൻഡ് അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ. എന്നിട്ട് അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ഇപ്പോൾ നമുക്ക് 3 ലൂപ്പ് കാണും നമ്മുടെ ഹുക്കിൽ. യാൺ ഓവർ, പുൾ ത്രൂ. ഇപ്പോൾ നമുക്ക് 2 ലൂപ്പുണ്ട്. പിന്നെ അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ഉണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് 4 ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ എന്നാണ് വരുന്നത്, ട്രിപ്പിൾ ക്രോഷേ. ഇനി നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. യാൺ ഓവർ ട്വൈസ്, ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് ഇൻസേർട്ട് യുവർ ഹുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് ചെയിൻ. നെക്സ്റ്റ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ, അതിൻ്റെ അകത്തൂടെ കൊണ്ടുവരിക. ഇപ്പോൾ നമുക്ക് 4 ലൂപ്സ് കാണും. യാൺ ഓവർ, പുൾ ത്രൂ. 3 ലൂപ്പുണ്ട്. യാൺ ഓവർ, പുൾ ത്രൂ. ഇപ്പോൾ നമുക്ക് 2 ലൂപ്സ് ഉണ്ട്. ആ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്സിൽ കൂടെയും പുറത്ത് കൊണ്ടുവരാം. ഇനി ഞാനിത് ചെയ്തിട്ട് വരാം ഫുള്ള്. നിങ്ങൾ അപ്പോഴത്തേക്ക് പോസ് ചെയ്തിട്ട് സമാധാനത്തോടെ ഇരുന്ന് ചെയ്യുക കേട്ടോ. ഇനി എനിക്ക് 25 എണ്ണം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയുണ്ട് എനിക്കിനി ചെയ്യാൻ. പതുക്കെ സമാധാനത്തിലിരുന്ന് ചെയ്യുക കേട്ടോ, പോസ് ചെയ്തിട്ട്. അപ്പം ഞാനിവിടെ 30 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.
അപ്പോൾ കുറേ ഇംപെർഫെക്ഷൻസ് ഒക്കെ കാണും, അല്ലെങ്കിൽ തെറ്റുകൾ കാണും. അത് നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ടായിരിക്കും. അത് വഴിയേ അങ്ങ് സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.